ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, അതായത് ഇടിയപ്പമാണ്. ഇടിയപ്പത്തിന് പറ്റിയൊരു കിഴങ്ങറിയാണ്. ഇടിയപ്പത്തിന് മാത്രമല്ല, റൊട്ടിക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. അതിനായിട്ട് ഞാൻ ആദ്യം സ്റ്റൗ കത്തിച്ചു, അതിനകത്തേക്ക് കുക്കർ അടുപ്പത്ത് വെച്ചു. കുക്കറിലാണ് വെക്കുന്നത്. പിന്നെ അതിലേക്ക് കുക്കർ ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടായപ്പോൾ കടുകിട്ടു. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് വേപ്പില ഇട്ട് കൊടുത്തു. അതിനകത്തേക്ക് നമ്മുടെ കിഴങ്ങ്, സബോള, തക്കാളി, പച്ചമുളക് ഇത്ര അരിഞ്ഞു വെച്ചതെല്ലാം ചേർത്തു. അതവിടെ വെച്ചിട്ട് ഇളക്കിയിട്ടില്ല. നമ്മുടെ നേരത്തെ അരിപ്പഴകത്ത് ചൂടുവെള്ളം, അതായത് തിളച്ച വെള്ളം, ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ച് വെച്ചിരുന്നത്. അതൊന്ന് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാനത് കുഴക്കാനായിട്ട് അങ്ങോട്ട് പോയതാണ്. അപ്പോൾ നമ്മുടെ ഇത് ഇച്ചിരി വഴന്നിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഞാനത് ഇളക്കി കൊടുത്തു. നല്ലോണം ഇളക്കിയിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പിട്ട് നല്ലോണം ഇളക്കിയിട്ട് പിന്നെ അതിനകത്ത് ആവശ്യമായിട്ടുള്ള മസാല, അതായത് ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. നല്ലോണം ഇളക്കി എല്ലാത്തിലും നല്ലോണം പിടിച്ചതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അതായത് മല്ലിപ്പൊടി ഒത്തിരി ആയിക്കഴിഞ്ഞാൽ വല്ലാത്ത കുത്തലാണ്, അത് പെട്ടെന്ന് അറിയാൻ പറ്റും നമുക്ക്. അപ്പോൾ കുറച്ചിട്ട് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മളിട്ട് കൊടുക്കുന്നത് കുറച്ച് മസാലപ്പൊടി, അതായത് ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഏത് മസാലയിലും ഒരു കുഴപ്പമില്ല, ടേസ്റ്റിന് ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല. അടിപൊളിയായിരിക്കും കേട്ടോ. ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. പിന്നെ അത് നല്ലോണം ഇളക്കി. ഞാൻ മുളക് പൊടി എല്ലാത്തിനും ലാസ്റ്റായിട്ട് ചേർക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ എങ്ങനെ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ മുളക് പൊടി കരിഞ്ഞു പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ അറിയാമല്ലോ. കറിയുടെ ടേസ്റ്റ് മൊത്തത്തിൽ മാറി ഒരു വല്ലാത്തൊരു ചുവയാവും. അങ്ങനെ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു. നല്ലോണം ഇളക്കി. ഇത് നല്ലോണം, അതായത് ഈ മസാല മൊത്തവും അതിനകത്ത് പിടിച്ച് നല്ലോണം വഴന്ന്, അതായത് നമ്മുടെ ആ സവോള നല്ലോണം വഴന്ന് വരുമ്പോൾ തന്നെ കറിയുടെ ടേസ്റ്റ് ഒന്ന് വേറെയാവും. നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കറി. അതിനകത്തേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത്, കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഒരു 3-4 വിസിൽ വരുന്ന അത്രയും 4 വിസിൽ വരെ ഞാനത് അടിച്ചിട്ടുണ്ടാവും. അത് ഞാനത് ഓഫാക്കി വെച്ചു. നേരത്തെ നമ്മൾ വഴറ്റാൻ നേരത്ത് കുറച്ച് ഉപ്പിട്ടില്ലായിരുന്നു. അത് ഉപ്പ് നോക്കിയിട്ട് വേണം പിന്നെ നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാൻ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ഇടിയപ്പം വേഗം വെച്ചിരിക്കുകയാണ്. അതങ്ങോട്ട് അടച്ചു വെച്ചു. എല്ലാം കഴിഞ്ഞ് ഇടിയപ്പവും കിഴങ്ങാനും കൂടി ഒരു പിടുത്തം പിടിച്ചു. കുഞ്ഞിനെ അങ്ങനെ കൊണ്ടാക്കിയിട്ട് വന്നിട്ടാണ് കേട്ടോ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വൻപയർ, ഉച്ചക്കത്തേക്ക് കറിക്ക് മീനൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് വൻപയർ മെഴുക്കും പുരട്ടി തക്കാളി ചാറും വെച്ചു. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ എൻ്റെ